നിർമ്മിക്കണം എന്ന ആഗ്രഹം വളരെ നാളുകളായിട്ടുണ്ടായിരുന്നെങ്കിലും അത് ഡെവലപ്പ് ചെയ്യാൻ കുറേ സമയമെടുത്തു. പല ടീമിനും പല ബിൽഡേഴ്സുമായിട്ട് നമ്മൾ സംസാരിച്ചു. ഫോട്ടോസും നമ്മുടെ പ്ലാനും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരൊക്കെ ഒരു പ്ലാൻ അനുസരിച്ച് നമുക്കൊരു സാറ്റിസ്ഫൈഡ് തോന്നിയില്ല. ഓരോ ഡ്രോയിങ്ങിലും നമുക്കത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ അങ്ങ് ഇരുന്നു പോയി. വീണ്ടും നാട്ടിൽ വന്നതിന് ശേഷം തിരിച്ചു പോയി ഇവരുടെ ഒരു ലിമിറ്റ് സ്റ്റേറ്റ്സിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. അപ്പോൾ അവരുമായിട്ട് ഞാൻ സംസാരിച്ച് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ എന്തൊക്കെയാണോ നമ്മുടെ ഒരു വീടിന് ഉൾപ്പെടുത്തേണ്ട നമുക്ക് വേണ്ട ആവശ്യങ്ങളെക്കുറിച്ച് അവരെ സംസാരിച്ചതിന് ശേഷം അവരൊരു റെക്കമെൻഡ് ചെയ്തു, ഒരു പ്ലാൻ റെക്കമെൻഡ് ചെയ്തു. അപ്പോൾ അതിൽ കുറച്ച് റിവ്യൂസ് ചെയ്യണമായിരുന്നു. അത് ഡെവലപ്പ് ചെയ്തു നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് വന്നു. ഞാൻ കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു 1 മണി 2 മണി സമയത്തായിരിക്കും ഞങ്ങളുടെ എല്ലാ ഡിസ്കഷനും നടന്നത്. 38th പ്ലാനാണ് നമ്മൾ കൺഫേം ചെയ്ത്. അപ്പോൾ 38th പ്ലാനിലേക്ക് വരാൻ ഒരുപാട് സമയമെടുത്തു. ഇപ്പം 2-3 ദിവസം നമ്മളൊരു രാത്രി ഡിസ്കഷന് ശേഷമായിരിക്കും അന്ന് റിവ്യൂ ചെയ്ത് കൺഫേം ചെയ്ത്. അങ്ങനെ ഓരോ പാർട്ടും ഒരു ഡിസ്കഷൻ ചെയ്തിട്ടാണ് ഇത് കൺഫേം ചെയ്തത്. ഇവരുടെ ടീം വർക്ക് എനിക്ക് ഏറ്റവും ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി ഇവരുടെ ടീം വർക്കാണ്. ഏതെങ്കിലും ഒരു പോർഷനെ കുറിച്ച് നമ്മളൊരു ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ആൻസറുണ്ട്. അപ്പം ഒരാളുടെ അടുത്ത് അവർ പല ടീമുകളും ബന്ധപ്പെട്ട് പലരും ബിസിയാണ്, അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ട് റിപ്ലൈ തരുന്നില്ലായിരുന്നു മറ്റ് ബിൽഡേഴ്സിന്. പക്ഷേ ഇവർ കണ്ട ഒരു സംഭവം എന്തിനൊരു ആൻസറുണ്ട്, പ്രോപ്പറായിട്ടൊരു ആൻസറുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും അവർക്കിടയിൽ ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വിത്തിൻ 2 hours അല്ലെങ്കിൽ രാത്രി നമുക്ക് ആ ഒരു ആൻസർ കിട്ടിയിരിക്കും. പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു സ്റ്റെയർ കേസോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിനകത്ത് ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ ആഗ്രഹം ഇന്നത് ചെയ്യണമെന്നാണെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു ഐഡിയയും അതിനകത്ത് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് അവർ നമ്മളെ കൺവിൻസ് ചെയ്ത് അതൊരു ക്ലിയർ ആക്കി തരും. അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ നമ്മൾ ഫുള്ളി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു പേടി, ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഇതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യിക്കും എന്നതിലായിരുന്നു എൻ്റെ ഒരു പേടി. അപ്പോൾ അതിനും ഒരു അഡ്വൈസും നമ്മളെ കൺവിൻസ് ചെയ്തു. ഗ്രൂപ്പ് ഡിസ്കഷനും വാട്സപ്പ് ഗ്രൂപ്പും അങ്ങനെയുള്ള കുറേ സംവിധാനങ്ങളും അവർ ഉപയോഗിച്ച് നമ്മളെ കൺവിൻസ് ചെയ്തു. ശരിക്കും അതിനകത്ത് എടുത്തു പറയേണ്ടത് ഈ ടീമിൻ്റെ ലിമിറ്റ് സ്റ്റേറ്റ്സിൻ്റെ ടീം വർക്കും എഫേർട്ടും പേഷ്യൻസുമാണ്. പേരെടുത്ത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ബാലു ആണെങ്കിലും ലിബിൻ, ശ്രീരാജ് ആൻഡ് അഖിൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ആബ്സെൻസിൽ ഈ ഒരു പ്രൊജക്റ്റ് ഇത്രയും ഭംഗിയായിട്ട് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. വളരെ സന്തോഷമുണ്ട്.